ശ്രീമാൻ രാഹുൽ ഈശ്വർ. അദ്ദേഹത്തെ പോലീസ് പൊക്കി എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട തിരുവനന്തപുരത്തെ സെഷൻസ് ജഡ്ജി മൂപ്പിലാന് ജാമ്യവും നിഷേധിച്ചു. ജാമ്യം നിഷേധിച്ച അദ്ദേഹം ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. ജയിലിൽ അദ്ദേഹം ഉപവാസം നടത്തുന്നതും വളരെ നല്ലതായിരുന്നു. രാംധുൻ ആലപിക്കുന്നതും നന്നായിരിക്കും. കൂട്ടത്തിൽ നൂൽ നൂൽക്കാനും പഠിച്ചാൽ കുറച്ചും കൂടി ഉപകാരപ്രദമായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് പോകാനുള്ളതാണ് ഇതുപോലുള്ള പരിപാടികൾ ചെയ്തത്. ഇംഗ്ലണ്ടിൽ പോയി പഠിച്ച രാഹുലിന് ഒന്നുകിൽ ഇത് അറിയില്ല, കാരണം ഇത് പാഠപുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന ഒരു അറിവല്ല. അത് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യപ്രാപ്തി അദ്ദേഹത്തിന്റെ വക്കീലിനും ഉണ്ടായില്ല, അല്ലെങ്കിൽ വക്കീൽ പറഞ്ഞു കൊടുത്തത് അനുസരിക്കാനുള്ള മഹാമനസ്കത രാഹുൽ ഈശ്വറിനും ഉണ്ടായിട്ടില്ല എന്നോട് വിചാരിക്കും. ഇത് യഥാർത്ഥത്തിൽ സ്ത്രീപീഡനമോ അല്ലെങ്കിൽ ഗർഭഛിദ്രമോ അല്ല പ്രശ്നം. ഇതുപോലുള്ള ചില സാമൂഹ്യ വിരുദ്ധന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിരന്തരമായിട്ടുള്ള ദുഷ്പ്രചരണമാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉണ്ടായതിനു ശേഷം കേരള സംസ്ഥാനത്ത് ഏറ്റവും വലിയ സൈബർ ഗുണ്ടായുസത്തിന് വിധേയനായിട്ടുള്ള ആൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നാലെ സന്ദീപ് വാര്യരും ഒളിവിൽ പോയി എന്ന വാർത്തയാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. വീരശൂര പരാക്രമികളായ കോൺഗ്രസ്സുകാർക്ക് ഒളിവ് ജീവിതം നയിക്കാനുള്ള അവസരങ്ങൾ താരതമ്യേന കുറവാണ്. ഏതായാലും ഇങ്ങനെ ഒരു സൗഭാഗ്യം കൈവന്ന ഇവരെ രണ്ടുപേരെ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. പണ്ട് ജവഹർലാൽ നെഹ്റുവോ മഹാത്മാഗാന്ധിയോ സർദാർ പട്ടേലൊന്നും ബ്രിട്ടീഷുകാരെ പേടിച്ച് ഒളിവിൽ പോകേണ്ട വന്നിട്ടില്ല. അവരൊക്കെ പോലീസുകാർ വരുമ്പോൾ സന്തോഷ സമേതം പോലീസുകാരുടെ കൂടെ പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ മഹാത്മാഗാന്ധി ആവട്ടെ, നെഹ്റു ആവട്ടെ, പട്ടേലാകട്ടെ, മൗലാന ആസാദാകട്ടെ, കോൺഗ്രസിൻ്റെ മറ്റ് സമരാധ്യ നേതാക്കന്മാരാരും എങ്കിലും ആവട്ടെ, അവരാരും പെണ്ണ് കേസിലോ അല്ലെങ്കിൽ ഇരയുടെ പേര് വെളിപ്പെടുത്തിയ കേസിലോ പ്രതികൾ വരുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് പോലീസുകാരെ പേടിയില്ലാതിരുന്നത്. ധൈര്യസമേതം ജയിലിൽ പോകാൻ കഴിഞ്ഞത്. ഈ സ്ത്രീപീഡന കേസിലും മറ്റ് വഷള് കേസുകളിലും പെടുന്ന ആളുകളുടെ സ്ഥിതി അതല്ല. എൽദോസ് കുന്നപ്പള്ളി കുറച്ച് ആൾ ഒളിവിൽ താമസിച്ചു. പിന്നെ അദ്ദേഹം മുൻകൂർ ജാമ്യം നേടിയതിനു ശേഷമാണ് പെരുമ്പാവൂർക്കാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. അതിനേക്കാളൊക്കെ എത്രയോ നീചമായ, എത്രയോ വഷളായ ആരോപണങ്ങളാണ് ഈ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. അതൊക്കെ മനസ്സിലാക്കാം. ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് വിടുപണി ചെയ്യുന്ന കുറേ അധികം ഈ മാധ്യമപ്രവർത്തകരും, അതിനേക്കാൾ കൂടുതലായിട്ട് യൂട്യൂബ് മാധ്യമത്തിൽ കൂടി ഈ അതിജീവിതയെ അല്ലെങ്കിൽ കുറ്റാരോപണം നടത്തിയ സ്ത്രീയെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും പല രീതിയിൽ അവരുടെ അഭിമാനത്തിന് വ്രണം വരുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ശ്രീമാൻ രാഹുൽ ഈശ്വർ. അദ്ദേഹത്തെ പോലീസ് പൊക്കി എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട തിരുവനന്തപുരത്തെ സെഷൻസ് ജഡ്ജി മൂപ്പിലാന് ജാമ്യവും നിഷേധിച്ചു. ജാമ്യം നിഷേധിച്ച അദ്ദേഹം ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. ജയിലിൽ അദ്ദേഹം ഉപവാസം നടത്തുകയാണ് എന്ന് കേൾക്കുന്നുണ്ട്. മഹാത്മാഗാന്ധി അത്രേ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ കാണപ്പെട്ട ദൈവം. അദ്ദേഹം ഗാന്ധിയൻ മാതൃക സ്വീകരിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഗോവിന്ദചാമിയെ പോലെ ജയിലിൽ അടിപ്പോയി കളയാം എന്ന് വിചാരിച്ചില്ലല്ലോ, അത് ഭാഗ്യം. ജയിലിൽ അദ്ദേഹം ഉപവാസം നടത്തുന്നതും വളരെ നല്ല കാര്യമാണ്. രാംധുൻ ആലപിക്കുന്നതും നന്നായിരിക്കും. കൂട്ടത്തിൽ നൂൽ നൂൽക്കാനും പഠിച്ചാൽ കുറച്ചും കൂടി ഉപകാരപ്രദമായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് പോകാനുള്ളതാണല്ലോ ഇതുപോലുള്ള പരിപാടികൾ ചെയ്തിട്ട്. അപ്പോൾ നൂൽ നൂൽക്കാനായിട്ട് ശീലിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഈ ഇപ്പോൾ ഷൂ ഇട്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത്. അതിന് പകരം മെതിയടി ഉപയോഗിക്കുക. ഗാന്ധിജിയെ പോലെ ഈ ഹാഫ് നേക്കഡ് ഫക്കീറായിട്ട് നടക്കുക, ഇതൊക്കെയാണെങ്കിൽ നന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ജയിലിൽ പോകുമ്പോൾ കുറച്ചുകൂടി സന്തോഷമായിട്ട് പോകാനും മനസ്സിന് ഒരു സംയമനം കിട്ടാനുമൊക്കെ അത് ഉപകാരപ്രദമായിട്ട് തീരും എന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തിന് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുമോ കിട്ടൂല എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഇതുപോലെയൊക്കെയുള്ള കൊള്ളരായ്മകൾ ചെയ്യുന്ന ആളുകൾക്ക് ചെറിയ ഒരു പേടിയെങ്കിലും ഉണ്ടാകുന്നത് നല്ലതാണ്. ഇതുപോലെ ഉപവാസം നടത്തുന്നത് നല്ലതാണ്. അവരുടെ ദുർമേധസ് കുറയ്ക്കാനായിട്ട് ഇത് വലിയൊരു പരിധിവരെ ഉപകരിക്കും. രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ച വാർത്തകൾ ഞാൻ ടെലിവിഷൻ ചാനലുകളിലും പത്രത്തിലുമൊക്കെ ശ്രദ്ധിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത്, ഇദ്ദേഹം ടീഷർട്ട് ഇട്ടുകൊണ്ടതാണ് കോടതിയിൽ ഹാജരായത്. കോടതിയിൽ പ്രതിയായിട്ടോ സാക്ഷിയായിട്ടോ ഒക്കെ പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ കോടതിയിൽ വിസ്താരത്തിന് പോകുന്ന ആളുകൾ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ട് പോകാൻ പാടില്ല. അതിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വിലക്കൊന്നുമില്ല. പക്ഷേ ജീൻസ് ഇട്ടോ ടീഷർട്ട് ധരിച്ചോ ഒന്നും, മിനി സ്കർട്ട് ധരിച്ചോ ഒന്നും ആരും കോടതിയിൽ പോകാറില്ല. കോടതിയിൽ പോയാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ, ജഡ്ജിയുടെ വിവേചനാധികാരം ഉപയോഗിക്കുമ്പോൾ മിക്കവാറും അത് നമുക്ക് എതിരായിട്ട്, അല്ലെങ്കിൽ ഈ വേഷം ധരിച്ചു തരുന്ന ആൾക്കെതിരായിട്ട് പ്രയോഗിക്കപ്പെടാനാണ് സാധ്യത. ഇതൊക്കെ വളരെ എലിമെൻ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇംഗ്ലണ്ടിൽ പോയി പഠിച്ച രാഹുലിന് ഒന്നുകിൽ ഇത് അറിയില്ല, കാരണം ഇത് പാഠപുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന ഒരു അറിവല്ല. അത് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യപ്രാപ്തി അദ്ദേഹത്തിൻ്റെ വക്കീലിനും ഉണ്ടായില്ല, അല്ലെങ്കിൽ വക്കീൽ പറഞ്ഞു കൊടുത്തത് അനുസരിക്കാനുള്ള മഹാമനസ്കത രാഹുൽ ഈശ്വറിനും ഉണ്ടായിട്ടില്ല എന്നോടും വിചാരിക്കാം.
ഏതായാലും പുള്ളിക്ക് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പുള്ളി കുറച്ച് ദിവസം അവിടെ കിടന്ന് ഒരു നല്ല ഗാന്ധിയനായിട്ട് ആ നൂറ്റ് ഖദർ വസ്ത്രധാരിയായിട്ട് തിരിച്ചു വരട്ടെ. അദ്ദേഹത്തിൻ്റെ അസുഖത്തിന് ചെറിയ ഒരു കുറവെങ്കിലും ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. പക്ഷേ ഈ പ്രശ്നം അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട് കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ സ്ത്രീപീഡനമോ അല്ലെങ്കിൽ ഗർഭഛിദ്രമോ അല്ല പ്രശ്നം. ഇതുപോലുള്ള ചില സാമൂഹ്യ വിരുദ്ധന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായിട്ടുള്ള ദുഷ്പ്രചരണമാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഉണ്ടായതിനു ശേഷം കേരള സംസ്ഥാനത്ത് ഏറ്റവും വലിയ സൈബർ ഗുണ്ടായുസത്തിന് വിധേയനായിട്ടുള്ള ആൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. സതീശനെ പറ്റി ഇനി പറയാൻ ഒരു അപവാദവും ബാക്കിയില്ല. ചില യൂട്യൂബർമാരൊക്കെ ഇദ്ദേഹത്തെ അറഞ്ചം പുറഞ്ചം തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. തികച്ച് സഭ്യതരമായ ഭാഷയിൽ പോലുമാണ് ഓരോരുത്തരും സംസാരിക്കുന്നത്. ഇവരുടെയൊക്കെ വിചാരം ഇങ്ങനെയുള്ള തെറിപ്രയോഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ വി.ഡി. സതീശൻ മാളത്തിൽ ഒളിക്കുമെന്നും അദ്ദേഹം പൊതുജീവിതം ഉപേക്ഷിച്ച് തലമുണ്ടനം ചെയ്ത് കാശിക്ക് പോകും എന്നൊക്കെയാണ്. അങ്ങനെ ഒന്നും പുള്ളി പോവുകയില്ല. പുള്ളി കരുണാകരൻ്റെ കളരിയിൽ കച്ചകെട്ടി തഴച്ച് വളർന്ന ആളാണ്. ഈ യൂട്യൂബർമാർ പറഞ്ഞ തെറി കേട്ടിട്ടൊന്നും പുള്ളി പേടിക്കുകയില്ല. ഇതിൻ്റെ പുറകിൽ ആരാണെന്നുള്ളതൊക്കെ കേരള സംസ്ഥാനത്തെ എല്ലാ ആളുകൾക്കും അറിയാം. രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തിൻ്റെ കൂടെ ശ്രീമാൻ ഷാഫി പറമ്പിലും അവരുടെ ചില സൈബർ ഗുണ്ടകളുമാണ്. ഈ ഗുണ്ടകളുടെ വിചാരം ഇനി ഇങ്ങനെയുള്ള ഗുണ്ടായുസം കൊണ്ട് കേരളത്തിലെ ബാക്കി പൊതുപ്രവർത്തകരെയും ഇവരെ അനുകൂലിക്കാത്ത മാധ്യമ പ്രവർത്തകരെയും മറ്റാളുകളെയും ഒരുപക്ഷെ കോടതിയെ തന്നെയും ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇവരുടെ കാര്യം നേടിയെടുക്കാം എന്നാണ്. അവരൊക്കെ ഈ രംഗത്ത് വന്നേക്ക് അത്രയും മുമ്പ് ഇവിടെ ഈ പ്രസ്ഥാനം തുടങ്ങിയ ആളുകളാണ് ബാക്കിയുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിച്ചോടി പോകേണ്ട ഗതികേടുണ്ടായത്. ഈ പ്രശ്നം ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് നിയമസഭാ കക്ഷിയിൽ നിന്ന് പുറത്താക്കിയത് രാഹുൽ മാങ്കൂട്ടത്തെ സംഹരിച്ച് കളയാം എന്ന് വിചാരിച്ചിട്ടല്ല. കുറച്ച് ദിവസം ഇദ്ദേഹം അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ആറി തണുത്ത് കഴിയുമ്പോൾ തിരിച്ചെടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. മന്ത്രി സജി ചെറിയാനെ എന്തുകൊണ്ടാണ് CPM രാജിവെപ്പിച്ചത്? ഭരണഘടന കുന്തമാണോ കുടച്ചക്രമാണോ എന്ന് ചോദിച്ചപ്പോൾ താൽക്കാലമായിട്ട് ഉണ്ടായ ഒരു വികാര വിക്ഷോഭത്തെ മറികടക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ദിവസം കഴിഞ്ഞ് 3-4 മാസം കഴിഞ്ഞ് ആൾക്കാരുടെയൊക്കെ മനസ്സിൽ നിന്ന് അത് മാറി കഴിഞ്ഞപ്പോൾ ആരോടൊന്നും ചോദിക്കാതെ പറയാതെ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ തിരിച്ചു കൊടുത്തു. അതേ വകുപ്പ് കൊടുത്തു. അതാണ് രാഷ്ട്രീയത്തിൽ സാധാരണ ചെയ്യുന്ന പരിപാടി. അതിന് പകരം പിന്നെയും പ്രകോപനം ഉണ്ടാക്കുക. ഇതിൽ ഇരയാക്കപ്പെട്ട സ്ത്രീയെക്കുറിച്ച് 6 വഷളൻ ഈ ആഖ്യാനങ്ങൾ ചമച്ച് അത് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മിടുക്കന്മാരാണ് എന്ന് ഭാവിക്കുക. ഹൂ കെയേഴ്സ് എന്ന് ആവർത്തിച്ച് ചോദിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ ശിക്ഷയാണ് ഇപ്പോൾ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൽ ഈ ശിക്ഷ അവസാനിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടി UDF എന്ന് പറഞ്ഞ പ്രസ്ഥാനവും ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഒറ്റയ്ക്കൊരു വഷളൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പാർട്ടിയുടെ ഒരു മുന്നണിയുടെ രാഷ്ട്രീയമായ ഭാവി ഏത് രീതിയിൽ അപകടത്തിലാക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ദുഷ്പ്രവർത്തികളും അതിന് ചൂടുപിടിക്കുന്ന ഷാഫി പറമ്പിലിൻ്റെയും KC വേണുഗോപാലിൻ്റെയും മണ്ണിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റെയൊക്കെ പ്രവൃത്തികൾ. ഇവരെല്ലാം കൂടിയാണ് കോൺഗ്രസ് പാർട്ടിയെയും UDF പ്രസ്ഥാനത്തെയും തകർത്ത് തരിപ്പണമാക്കാൻ ഉദ്യമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഉദ്യമത്തെ മറികടന്നും കോൺഗ്രസ് പാർട്ടി നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു സംഭവമായിരിക്കും. UDF നിലനിൽക്കുകയാണെങ്കിൽ LDFനേക്കാൾ കൂടുതൽ വോട്ടും സീറ്റും ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കിട്ടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും 8ാമത്തെ അല്ല 9ാമത്തെ അത്ഭുതമായിട്ട് രേഖപ്പെടുത്തേണ്ടതായിട്ട് വരും. കാരണം അത്രയും വലിയ കൊള്ളതായ്മയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ചൂട്ടുപിടിച്ചവരിൽ ഒരാളാണ് സന്ദീപ് വാര്യർ, മറ്റൊരാളാണ് നമ്മുടെ രാഹുൽ ഈശ്വർ. ഇവർക്ക് എല്ലാവർക്കും കിട്ടാനുള്ളത് വിധിയാമ്പണ്ണം യഥാസമയം കിട്ടും എന്നുള്ളത് മാത്രമാണ് നമുക്ക് ആകെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം. ഏതായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ജയ് ഹിന്ദ്.